ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം കേട്ടോ. സേമിയ പായസം പാത്രം വെച്ചു, ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു 6 kg. അതിന് ശേഷം പാലൊഴിച്ചു കൊടുത്തു. പെട്ടെന്ന് തീരുമാനിച്ചാണ്, മക്കൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടുകൊടുത്തു, പാലിലേക്ക്. ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഹാഫ് ടിൻ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് അതിലിട്ട് കൊടുത്തത്. അത് നല്ലോണം മെൽറ്റാകുന്ന വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത സേമിയ കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സേമിയ അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. ടൈം കുറച്ചാണ് ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ പാലിതാ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പാത്രം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് ഇതാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കുറച്ച് പഞ്ചസാര, അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇപ്പുറത്തെ അടുപ്പിൽ ഫ്രൈ പാൻ വെച്ചു, 6 kg വെച്ചു. എൻ്റെ കയ്യിലുള്ള മുന്തിരിങ്ങ, ബദാം, കറുത്ത മുന്തിരി, അത് എല്ലാം ഒന്ന് മൂപ്പിക്കാൻ വെച്ചു. അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറായാൽ അതൊന്ന് ഓഫാക്കി ഗ്യാസ് അങ്ങ് ഓഫാക്കുക. അത്രേ ഇതിൻ്റെ പണിയുള്ളൂ. അണ്ടിപ്പരിപ്പ് കയ്യിലില്ലാത്തതുകൊണ്ട് അതിന് പകരമാണ് ബദാം എടുത്തത്. ബദാം ഞാനത് ഒന്ന് ക്രഷാക്കിയിട്ടുണ്ട്, ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കടിക്കാനൊരു രസത്തിന്. അതിന് ശേഷം ഈ ഒരു ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വറുത്ത സേമിയം കൊടുത്തു. അത് ചൂടായ പാലിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കുക. അത് നമ്മളിപ്പോൾ ലൂസ് പോലെ തോന്നുമെങ്കിലും അത് ആയി വരുമ്പോൾ, അതായത് സേമിയം വെന്ത് വരുമ്പോൾ പെട്ടെന്ന് അത് തിക്കാവും. അതുകൊണ്ട് നമ്മൾ സേമിയം ഇടുമ്പോൾ സൂക്ഷിച്ച് ഇടുക, അല്ലെങ്കിൽ ഭയങ്കര തിക്കായി പോവും. 6 ഗ്ലാസ്സിന് ആ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലുള്ള സേമിയം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ പായസം ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മളെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക അതിൽ ചേർക്കണം. എന്നോട് അത് മറന്നുപോയി ചേർക്കാനും. ഇങ്ങനെ കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പാത്രം ആയതുകൊണ്ട് അടിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം മൂപ്പിച്ച് വെച്ച, അതായത് നമ്മൾ വറുത്ത് വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിലിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ സേമിയ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.